ആ ഒരു പ്രിൻസിപ്പിൾ ഇൻ്റർനാഷണൽ സ്കൂളിലെ ഒരു പ്രിൻസിപ്പിൾ ഒരു കാരണവശാലും ചെയ്യലാത്തൊരു കാര്യമാണ്. പക്ഷേ ആ പ്രിൻസിപ്പിൾ ഇത് ചെയ്തത് അവരുടെ ആ സന്തോഷം കൊണ്ട് മാത്രമാണ്. മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് വളരെ ഈസിയാണ് ഇൻ കണ്ടീഷൻ ദാറ്റ്, ഒരൊറ്റ കണ്ടീഷനുണ്ട്, നീ മാത്സിനെ ഭയപ്പെടാതിരുന്നാൽ മാത്രം മതി. പക്ഷേ ഈ മാജിക് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡി ടെക്നിക്കാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതിനുശേഷം റിയൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരൊറ്റ പേപ്പറിന് മാത്രം എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ല. പക്ഷേ അവിടെ ഒരു പ്രത്യേക ട്വിസ്റ്റ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ന്യൂസ് പേപ്പറുകളെല്ലാം അതിനെക്കുറിച്ച് കൂടുതൽ വിമർശിക്കുകയും അതൊരു വലിയ ന്യൂസായിട്ട് അന്ന് കേരളത്തിലെ എല്ലാ ന്യൂസ് പേപ്പറുകളിലും ഒരു വലിയ ന്യൂസായിട്ട് തന്നെ അത് വരികയും ചെയ്തു. പക്ഷേ അതിനേക്കാൾ കൂടുതലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായത് ഈ 13 നിന്നും 56 എത്തിയതുമാണ്. ഫസ്റ്റ് റാങ്ക് വാങ്ങുക എന്ന് പറയുന്നത് കുറേ പേര് വാങ്ങി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കണക്കിൽ ബിരുദം നേടി അതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയപ്പോൾ റെജി ജോസ് എന്ന വ്യക്തിയുടെ ന്യൂസ് ഭയങ്കരമായിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ വരികയും ഒക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടല്ലേ, അതെന്താ എല്ലാവരും ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നതല്ലേ, ഇത്ര വലിയ ന്യൂസ് ആക്കുന്നതിൽ എന്താണ് കാര്യം ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നതിനായിട്ട് റെജി ജോസ് സാർ തന്നെ നമ്മളോടൊപ്പം ഇന്നുണ്ട്. സാർ വെൽക്കം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും റാങ്ക് വാങ്ങാറുണ്ട്. പക്ഷെ സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കണക്കിന് ഫസ്റ്റ് റാങ്ക് നേടിയപ്പോൾ അത് ഭയങ്കര ന്യൂസായിട്ട് മാറി. അതെന്തുകൊണ്ടാണ്? ആക്ച്വലി സാധാരണ എല്ലാവരും കണക്കിൽ റാങ്ക് വാങ്ങുന്നു. പക്ഷേ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാൻ മാത്തമാറ്റിക്സിൽ വളരെ വീക്കായിരുന്നു. അതായത് സ്കൂൾ തലത്തിൽ നിങ്ങൾ എൻ്റെ മാർക്ക് ടെസ്റ്റ് ചെയ്താൽ അറിയാം, എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് മാക്സിമം 20% മാർക്ക്. 8ാം ക്ലാസ്സിൽ കിട്ടിയ 50ൽ 10 മാർക്കാണ് എൻ്റെ സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും വലിയ മാർക്ക്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ മാത്സിനെ ഒരുപാട് ഭയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ മാത്സ് ടീച്ചർമാരെ ഞാൻ ഒരുപാട് ഭയപ്പെട്ടിരുന്നു. പക്ഷേ അവിടെ നിന്നും എന്താണ് മാത്തമാറ്റിക്സ് എന്നറിയാൻ എനിക്ക് മാത്സിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10ാം ക്ലാസ്സിൻ്റെ അവസാനം എൻ്റെ അങ്കിള് എനിക്കൊരു ട്യൂഷൻ സാറിനെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് വളരെ ഈസിയാണ് ഇൻ കണ്ടീഷൻ ദാറ്റ്, ഒരൊറ്റ കണ്ടീഷനുണ്ട്, നീ മാത്സിനെ ഭയപ്പെടാതിരുന്നാൽ മാത്രം മതി. ഞാൻ നിനക്കൊരു സ്റ്റോറി പറഞ്ഞു തരുന്ന പോലെ മാത്സ് പറഞ്ഞു തരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു മെത്തേഡുണ്ട്. അദ്ദേഹം ആ മെത്തേഡിന് മാജിക് മാസ്റ്ററി എന്നാണ് പേരിട്ടത്. അതൊരു ചെയിനാണ്. എന്താണ് മാജിക് മാസ്റ്ററി എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. എന്തായാലും അദ്ദേഹം പറഞ്ഞു തന്ന ആ സ്റ്റോറി ആക്ച്വലി അതൊരു മാത്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലാണെന്നോ മാത്സ് പഠിക്കാനുള്ളൊരു എൻട്രി ആണെന്നോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അദ്ദേഹം ഒരു സ്റ്റോറി പറയുന്ന പോലെ, ഒരു നമ്മളിപ്പോൾ സാധാരണ കേൾക്കാറുള്ള ഒരു സ്റ്റോറിയൊക്കെ നമ്മുടെ പേരൻസ് മുത്തശ്ശന്മാരൊക്കെ നമ്മളോട് പറയുന്ന ഒരു സ്റ്റോറി പോലെ അദ്ദേഹം ഫ്രാക്ഷൻസൊക്കെ ഒരാപ്പിൾ ഡിവൈഡ് ചെയ്തിട്ട് LCM എന്താണ്, HCF എന്താണ്, ഇതെല്ലാം പറയുമ്പോൾ നമുക്കൊരു മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഫീലിംഗ് ഉണ്ടായില്ല. മലയാളം ഭാഷ അല്ലെങ്കിൽ മലയാളം ഭാഷയിലെ നമുക്കൊരു നോവൽ വായിക്കുമ്പം നമ്മളൊരു കഥ കേൾക്കുന്ന ഒരു ഫീലിംഗാണ് എനിക്ക് അന്നേരം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഓരോ സ്റ്റെപ്പുകളും പറഞ്ഞു തന്നിട്ട് എനിക്ക് കുറച്ച് ഹോംവർക്കുകൾ തരും. അപ്പം ഞാനൊരു മാത്സ് ചെയ്യുന്ന ഫീലിങ്ങിലല്ല ഞാനത് ചെയ്തത്. അദ്ദേഹം ഒരു സ്റ്റോറി പറയുന്ന പോലെ ഞാനതിൻ്റെ റീസൺസ് മനസ്സിലാക്കിക്കൊണ്ടാണ് പഠിച്ചത്. പക്ഷേ ഈ മാജിക് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡി ടെക്നിക്കാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതെനിക്ക് പിന്നീട് വർഷങ്ങൾ ഞാൻ കുട്ടികളെ പഠിപ്പിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് പോലും ഇങ്ങനെ ഒരു ടെക്നിക്ക് അതിലുണ്ട്. അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ മാത്സ് പഠിക്കാത്തത് മാത്സിനോടുള്ള പേടി കൊണ്ടാണ്. അവർക്ക് 1/2 + 1/3 എന്ന് കാണുമ്പം ഇത് ചെയ്യാൻ പറ്റിയല്ല എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലേക്ക് വരുന്നു. അതിനെ അവർ പേടിക്കുന്നു. അതാണ് അവർക്ക് മാത്സ് പഠിക്കാൻ പറ്റാത്തത്. പക്ഷേ എൻ്റെ ട്യൂഷൻ സാറ് ഈ 1/2ൻ്റെ മീനിങ് എന്താണെന്ന് അദ്ദേഹം ആപ്പിൾ മുറിച്ച് ഒരാപ്പിളിനെ 2 ഈക്വൽ പാർട്ടായിട്ട് മുറിച്ച് അവിടെ വെക്കുകയാണ്. അതിനുശേഷം 1/3 എന്താണ്, അതിൻ്റെ മീനിങ് ആണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഒരാപ്പിൾ 3 കുട്ടികൾക്ക് കൊടുക്കുന്നു. ഒരാപ്പിൾ 3 കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് 1/3. 1/2 ഒരാപ്പിൾ 2 കുട്ടികൾക്ക് കൊടുക്കുന്നു. അതിൻ്റെ എമൗണ്ട് സെയിം ആണ്. ഇനി അതിനെ കമ്പൈൻ ചെയ്യണമെങ്കിൽ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യണമെങ്കിൽ ഈ 1/2 + 1/3ൽ 2ൻ്റെയും 3യുടെയും LCM എടുക്കണം.
LCM എന്താണെന്നുള്ളത് ഈ രീതിയിൽ പറഞ്ഞു തന്നപ്പം, എന്തുകൊണ്ടാണ് LCM എടുക്കുന്നത് ഈ രീതിയിൽ പറഞ്ഞു തന്നപ്പം എനിക്കൊരു സ്റ്റോറി കേൾക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അതാണ് എന്നെ മാത്സിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. അതെ, അപ്പം ഈ പറയുന്ന പോലെ ഫെയിലായ ഒരാൾ വന്ന് ഫസ്റ്റ് റാങ്ക് മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. അപ്പം സാറ് ഈ പറയുന്ന വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് സാറിന് ഒരു ഹൈസ്കൂളിൽ നിന്ന് ഡിഗ്രി തലത്തിലോട്ട് വന്നപ്പോൾ. അതിൻ്റെ പേരിൽ സാറിന് ലഭിച്ച അംഗീകാരങ്ങളെ പറ്റി പറയാനാണെങ്കിൽ, അതായത് ഞാൻ യൂണിവേഴ്സിറ്റി റാങ്ക് വാങ്ങിച്ചത് തന്നെ ഒരു വലിയൊരു സംഭവമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആക്ച്വലി 12 സബ്ജക്റ്റുകളാണ് മാത്സിലുള്ളത്. അതിൽ 8 സബ്ജക്റ്റ് മാത്സിലെ മെയിൻ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് തന്നെയാണ്. 4 ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലെ സബായിട്ട് വരുന്നതാണ്. അങ്ങനെ 12 സബ്ജക്റ്റിൽ 11 സബ്ജക്റ്റിന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടി. അതിനുശേഷം റിയൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരൊറ്റ പേപ്പറിന് മാത്രം എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ല. പക്ഷേ അവിടെ ഒരു പ്രത്യേക ട്വിസ്റ്റ് ഉണ്ടായി. എല്ലാ വിഷയത്തിനും 75-75 75-75 ഇങ്ങനെ കിടക്കുമ്പം ഒരെണ്ണത്തിൽ മാത്രം 75-57 കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് അത് തിരിഞ്ഞു പോയതാണെന്നാണ്. 75 എന്നുള്ളത് തിരിച്ച് 57 ഇട്ട്. അപ്പം ന്യൂസ് പേപ്പറുകൾ അത് ന്യൂസാക്കി കൊണ്ടുവരാൻ കാരണവും അതൊക്കെ തന്നെയാണ്. പിന്നീട് ഞാൻ റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ റീവാലുവേഷനിൽ യൂണിവേഴ്സിറ്റി എനിക്ക് 57 എന്നുള്ളത് 66 ആക്കി തന്നു. അപ്പോൾ അവിടെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് ചെറിയ ഒരു മിസ്റ്റേക്ക് അല്ല അവിടെ സംഭവിച്ചത്, 9 മാർക്കിൻ്റെ ഡിഫറൻസ്. പക്ഷേ എനിക്ക് 75 കിട്ടാൻ വീണ്ടും 9 മാർക്കിൻ്റെ ഗ്യാപ്പുണ്ട്. അവിടെ ഫസ്റ്റ് റാങ്കിന് വീണ്ടും 2 മാർക്കിൻ്റെ കുറവിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് റാങ്ക് എനിക്ക് ആ പേപ്പറിന് ഫുൾ മാർക്ക് കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം അത്ര ഈസി ആയിട്ട് ഞാൻ ചെയ്തതാണ്, മറ്റെല്ലാ വിഷയങ്ങൾക്കും എനിക്ക് ഫുൾ മാർക്ക് കിട്ടി. അപ്പോൾ അവിടെ എൻ്റെ പപ്പ ഡോക്ടർ ജോസ് അദ്ദേഹം അവിടെ പറയുകയുണ്ടായി, എൻ്റെ മോൻ അവിടെ ഫസ്റ്റ് റാങ്ക് കിട്ടേണ്ടതായിരുന്നു, അവിടെ ആ 2 മാർക്ക് കുറച്ചു എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അത് കാണുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ന്യൂസ് പേപ്പറുകളെല്ലാം അതിനെക്കുറിച്ച് കൂടുതൽ വിമർശിക്കുകയും അതൊരു വലിയ ന്യൂസായിട്ട് അന്ന് കേരളത്തിലെ എല്ലാ ന്യൂസ് പേപ്പറുകളിലും ഒരു വലിയ ന്യൂസായിട്ട് തന്നെ അത് വരികയും ചെയ്തു. അപ്പം സാറിന് ഇതുമൂലം ലഭിച്ച അംഗീകാരങ്ങളെ പറ്റി പറയാനാണെങ്കിലോ, ആദ്യമായിട്ട് അന്ന് 93-ൽ ആണ് ഞാൻ എനിക്ക് റാങ്ക് കിട്ടിയത്. അന്ന് എൻ്റെ അയലോക്കംകാരൻ തന്നെയാണ് KR നാരായണൻ സാറ്, അദ്ദേഹം ഇന്ത്യൻ പ്രസിഡൻ്റായി. പക്ഷെ ഞാൻ ആ റാങ്ക് വാങ്ങിയ സമയത്ത് അദ്ദേഹം വൈസ് പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പ്രസിഡൻ്റായത്. അപ്പോൾ അന്ന് അദ്ദേഹം ഉഴവൂരെന്ന് പറയുന്നത് ഞങ്ങളുടെ തൊട്ട അയലോക്കമാണ്. അദ്ദേഹം പഠിച്ച കുറവിലങ്ങാട് സ്കൂളിൽ അദ്ദേഹം പഠിച്ചു. ഞാനും കുറവിലങ്ങാട് ദേവമാതാ കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു നാട്ടുകാരാണ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു അംഗീകാരം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ അപ്രീസിയേഷനാണ്. അന്ന് അദ്ദേഹം നാട്ടിൽ വന്നപ്പം എന്നെക്കുറിച്ച് അവിടെ സംസാരിച്ചു. അദ്ദേഹം എന്നെ അങ്ങോട്ട് വിളിച്ച് ഒരു അപ്രീസിയേഷൻ തന്നു. പിന്നെ അന്ന് തന്നെ ആ ഒരു പീരിയഡിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ANP ഉമ്മർകുട്ടി അവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും മുമ്പിൽ വെച്ചും എനിക്കൊരു അപ്രീസിയേഷൻ തന്നു. അതായത് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരു പ്രൈവറ്റ് സ്റ്റുഡൻറ്റ് ഇത്രയും ഒരു മാർക്ക് സ്കോർ ചെയ്യുക, അതും ഞാൻ ചെയ്തത് ഒരു അധ്യാപകരുടെ സഹായമില്ലാതെയാണ്. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു, നമുക്ക് വേണേൽ പ്രൈവറ്റായിട്ട് മാത്തമാറ്റിക്സിൽ രജിസ്റ്റർ ചെയ്യാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം. അപ്പം ഈ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചു, അല്ലെങ്കിൽ ഒരു അധ്യാപകരുടെ പോലും സഹായമില്ലാതെ പഠിച്ചു എന്നുള്ളതാണ് അവിടെ ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ട് മാറിയത്. അങ്ങനെ അദ്ദേഹം എനിക്കൊരു അപ്രീസിയേഷൻ തന്നു. പിന്നെ നമ്മുടെ പള്ളിയറ ശ്രീധരൻ സാറ്, അദ്ദേഹം കേരള ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഞാൻ എഴുതിയ ബുക്കുകളൊക്കെ വെരിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അദ്ദേഹം പഠിച്ചതിന് ശേഷമാണ് പറഞ്ഞത് മാജിക് മാസ്റ്ററി എന്ന കോൺസെപ്റ്റ് വളരെ ഈസിയാണെന്നും എത്ര മാത്സിൽ വീക്കായിട്ടുള്ള കുട്ടികൾക്കും ആ കോൺസെപ്റ്റ് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടി. പിന്നെ ഈ ഇടയ്ക്ക് ഈ തൊട്ടടുത്ത് മന്ത്രി മോൻസ് ജോസഫ് മന്ത്രിയുടെ എക്സലൻസ് അവാർഡ്, അതായത് എൻ്റെ ഈ നേട്ടങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ മാത്തമാറ്റിക്സിൽ നേടിയ അല്ലെങ്കിൽ ചെയ്ത സംഭാവനകളെ കണക്കിലെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ഞാൻ മാത്സിൽ കൂടുതലായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഒരു കൺസിഡറേഷനായിട്ട് എക്സലൻസ് അവാർഡും അദ്ദേഹം എനിക്ക് തരികയുണ്ടായി. അതെ, അപ്പം ഇതിന് ശേഷം, അതായത് ഫസ്റ്റ് റാങ്കിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന കുറേയേറെ കുട്ടികളുണ്ട്, അവർക്ക് ഞാനൊരു വഴികാട്ടിയാണ്, അതായത് ഞാൻ പഠിച്ച മെത്തേഡ് കുട്ടികളിലേക്ക് എത്തിക്കണം എന്നൊരു ചിന്ത വരാനുള്ള കാരണം എന്തായിരുന്നു?
തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് നല്ല മാർക്ക് വാങ്ങിപ്പിച്ചു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ BSc കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്ക് അപ്പം തന്നെ ഇറങ്ങി. അപ്പോൾ ഞാനൊരു എയർഫോഴ്സ് ഓഫീസറുടെ മോനെ ആദ്യമായിട്ട് ഞാൻ എന്നെ തന്നെ ടെസ്റ്റ് ചെയ്യുവാണ്. എൻ്റെ അധ്യാപകൻ എനിക്ക് തന്ന ട്രിക്ക് ഉപയോഗിച്ച് ഞാൻ BSc ഇത്രയും മാർക്ക് വാങ്ങിച്ചു. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പം ഞാനൊന്ന് ഒരു എയർഫോഴ്സ് ഓഫീസർ മോനെ ഞാൻ പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അന്ന് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഹോം ട്യൂഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡൊക്കെ ഉള്ള ഇന്നും അതേ ഹോം ട്യൂഷനൊക്കെ ഡിമാൻഡുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, 100-ൽ 12 മാർക്കാണ് മോൻ വാങ്ങിച്ചത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവൻ എന്നേക്കാൾ എൻ്റെ ഏകദേശം ഈക്വലാണ്. കാരണം ബിക്കോസ് ഞാൻ 100-ൽ 20% മാർക്ക് എനിക്കുള്ളൂ. പക്ഷേ ഞാനിതിങ്ങനെ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ മോട്ടീവ്. അപ്പോൾ ആദ്യത്തെ ഒരു 3 ക്ലാസ് തന്നെ ഞാൻ ആ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കി. മാത്സിൽ അവൻ ഭയങ്കര വീക്കാണ്, മാത്സിനോടൊരു പേടിയുണ്ട്. അപ്പം ഞാൻ എൻ്റെ ട്യൂഷൻ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്ന മെത്തേഡ് എന്താണോ അതേ മെത്തേഡ് ഞാൻ അവനിൽ അപ്ലൈ ചെയ്ത് നോക്കിയപ്പം അവന് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. പക്ഷേ പിന്നീട് ഒരു 10-12 ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ 12 മാർക്ക് വാങ്ങിച്ച കുട്ടിയുടെ പരീക്ഷാ റിസൾട്ട് വന്നപ്പോഴത്തേക്കും അവൻ 60% മാർക്കിലേക്ക് എത്തി. പിന്നീടൊരു എനിക്ക് തോന്നുന്ന ഒരു 25-30 ക്ലാസ്സോളം ഞാൻ അവിടെ എടുത്തു. അത് ആഴ്ച 2-3 ക്ലാസ്സൊക്കെ വെച്ചാണ് ഞാൻ എടുത്തത്. അതിനുശേഷം ലാസ്റ്റ് ഈ എയർഫോഴ്സ് ഓഫീസർ അവിടെ നിന്ന് റിട്ടയറായി. അവിടെ നിന്ന് അദ്ദേഹം വേറെ ഏതോ സ്ഥലത്തേക്ക് പോയപ്പം ഈ കുട്ടിയുടെ മാർക്ക്, അവസാനത്തെ മാർക്ക് 97%. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന ഈ മെത്തേഡ് തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികളിലേക്ക് എനിക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. പിന്നീട് ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് നല്ല മാർക്കുകൾ വാങ്ങിപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് വന്നത്. പിന്നെ ഇപ്പോൾ എനിക്ക് അടുത്ത് പറയാനുള്ള വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കോട്ടയം എബനേസർ ഇൻ്റർനാഷണൽ സ്കൂൾ ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. അപ്പോൾ അവിടെ 3 കുട്ടികളെ ഞാൻ അവിടെ ചെന്നിട്ട് ഒരു 3 കുട്ടികളെ ഞാൻ അവിടുത്തെ ടീച്ചർ പ്രിൻസിപ്പളിനോട് ചോദിച്ചു, അവിടുത്തെ ഏറ്റവും മാർക്ക് കുറഞ്ഞ 3 കുട്ടികളെ എനിക്ക് തരാനായിട്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം ഈ ബൈജൂസ് ആപ്പ് പോലെയുള്ള ആപ്പുകളൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഈ സോഫ്റ്റ്വെയറിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ എല്ലാ വീഡിയോസും എടുത്തു. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വീഡിയോ ക്ലാസ്സുകളൊക്കെ എടുത്തു. അതിനുശേഷം ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഈ സോഫ്റ്റ്വെയറും കൂടി വെച്ച് ഒരു കുട്ടിയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ആ സ്കൂളിൽ ചെന്നിട്ട് അവിടുത്തെ 3 കുട്ടികളെ എനിക്ക് അനുവദിച്ചു തരാൻ മാഡത്തോട് ഞാൻ പറഞ്ഞു. അപ്പം മാഡം എന്നോട് പറഞ്ഞൊരു കാര്യം, അവിടെ അവന് 13% മാർക്ക്, 100-ന് 13 ആണ് അവൻ്റെ മാർക്ക്. അപ്പോൾ ഈ കുട്ടിയെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ ടീച്ചർമാർ മുഴുവൻ പഠിപ്പിച്ചിട്ടും അവൻ പാസ്സാകുന്നില്ല. അവിടെ ഓൾ പാസ്സാണ്, കാരണം അത്രയും വലിയ സ്കൂൾ, ഇൻ്റർനാഷണൽ സ്കൂളാണത്. അപ്പോൾ ഈ കുട്ടിയെ സാറിനൊന്ന് പാസ്സാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് സാധിക്കും, എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ടീച്ചർ അവിടുത്തെ 3 കുട്ടികൾ, അതായത് A ബാച്ച്, B ബാച്ച്, C ബാച്ചിലെ 3 കുട്ടികളെയാണ് ടീച്ചർ എനിക്ക് അനുവദിച്ചു തന്നത്. ഈ A ബാച്ചിൽ 13%, B ബാച്ചിലെ അവന് 47%, പിന്നെ ഒരു C ബാച്ച് അയാൾക്ക് 48%. ഞാൻ ഈ മെത്തേഡ് അപ്ലൈ ചെയ്തത് ഈ കുട്ടിയിൽ മാത്രമാണ് ശരിക്കും ഞാൻ മെത്തേഡ് അപ്ലൈ ചെയ്തത്. മറ്റ് 2 പിള്ളേരും സൈഡിലിരുന്ന് ഞാൻ പറയുന്നത് കേൾക്കുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ ഞാൻ സ്ട്രെയിൻ എടുത്തത് ഇവന് വേണ്ടിയാണ്. കാരണം ഇവന് വേണ്ടി ഞാൻ സ്ട്രെയിൻ എടുക്കുമ്പം ഈ കുട്ടികൾക്ക് അത്രയും ഈസി ആയിരിക്കും. കാരണം അവൻ 13%-ലും മറ്റൊരു 47-48% നിൽക്കുന്ന കുട്ടികളാണ്. എന്തായാലും ഞാൻ വെറും 12 ക്ലാസ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ എൻ്റെ സോഫ്റ്റ്വെയറിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ പഠിച്ചു. എൻ്റെ ഒരു ഓൺലൈൻ ടീച്ചറെ കൂടി ഞാൻ അപ്പോയിൻ്റ് ചെയ്തു. ബിക്കോസ് ഞാനിപ്പം ഓൺലൈൻ ട്യൂഷൻസ്, എൻ്റെ ടീച്ചേഴ്സിനെ വെച്ച് ഓൺലൈൻ ട്യൂഷൻസ് കൂടി ചെയ്യുന്നൊരു ഇതിലേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഞാനൊരു ഓൺലൈൻ ടീച്ചറെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പം ഞാൻ ചിന്തിച്ച ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കും, അതിനുശേഷം കൂടുതൽ കണക്കുകൾ ആ ടീച്ചർ പറഞ്ഞു കൊടുക്കും എന്നൊരു രീതിയിലാണ് ഞാൻ ചെയ്തത്. എന്തായാലും എൻ്റെ ഈ ബേസിക് കോൺസെപ്റ്റ് അവന് 12 ക്ലാസ് കഴിഞ്ഞപ്പം അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ മാർക്ക് 36% മാറി അവൻ്റെ മോഡൽ എക്സാമിനേഷന്.
ഇനി ഫൈനൽ എക്സാമിനേഷൻ്റെ റിസൾട്ടാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും 36% എന്ന് പറയുമ്പോഴത്തേക്കും 13-ൽ നിന്നും ആ 36-ലേക്ക് വന്നേ. അതിനുശേഷം അവൻ്റെ ഫൈനൽ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ എൻ്റെ 12 ക്ലാസ്സും ആ ടീച്ചറുടെ ഒരു അഡീഷണലായിട്ടൊരു 14-15 ക്ലാസ്സുകൾ ആ ടീച്ചറും കൂടി ചെയ്തു. അപ്പോൾ ബേസിക്കലി അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ആ ഒരു അധ്യാപകൻ തന്നൊരു സൈക്കോളജിക്കൽ ട്രിക്ക് ഉണ്ടല്ലോ, അതായത് കുട്ടിയുടെ പേടി മാറ്റുക, അതാണ് ഞാൻ ചെയ്തത്. ഞാൻ ബേസിക് ഫണ്ടമെൻ്റലിലൂടെ ഈ കുട്ടിയുടെ പേടി മാറ്റുകയാണ് ചെയ്തത്. അവൻ ആ ബേസിക് ഫണ്ടമെൻ്റൽ ഞാൻ അവിടെ തറവാക്കി കൊടുക്കുകയും ചെയ്തു. 2 കാര്യങ്ങളാണ് ഞാൻ അവിടെ ചെയ്തത്. ഒന്ന്, ഈ സൈക്കോളജിക്കൽ അപ്രോച്ച്, മാജിക് മാസ്റ്ററിയുടെ റൂട്ടെന്ന് പറയും. മാജിക് മാസ്റ്ററി എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. മാജിക് മാസ്റ്ററി എന്ന് പറയുന്നത് മാത്സ് പഠിക്കാനുള്ള ഒരു ട്രീ ആണ്. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ടാണ് ഞാനവിടെ ചെയ്തത്. അതായത് അതിൽ 2 കാര്യങ്ങളുണ്ട്. സൈക്കോളജിക്കലി ഒരു കുട്ടി മാത്സിനോടുള്ള പേടി മാറ്റി കൊടുക്കുക, അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും ബേസിക് ഫണ്ടമെൻ്റൽ പറഞ്ഞു കൊടുക്കുക. ഈ 2 കാര്യങ്ങളാണ് ഞാൻ അവിടെ ചെയ്തത്. പക്ഷേ എൻ്റെ ഓൺലൈൻ ടീച്ചർ, ഞാൻ തന്നെ ട്രെയിനിങ് കൊടുത്ത ഓൺലൈൻ ടീച്ചർ ചെയ്തത് ക്ലാസ്സിലെ ചാപ്റ്ററുകൾ പഠിപ്പിച്ചു. അപ്പോൾ ആക്ച്വലി എൻ്റെ റോൾ അവിടെ എന്തുണ്ട്, ഞാൻ അവൻ്റെ പേടി മാറ്റി കൊടുക്കുകയും ബേസിക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇവിടെയാണ് ഒരു കുട്ടിയുടെ ബ്ലോക്ക് നിൽക്കുന്നത് മാത്സിലേക്കുള്ള. പേടി, 2 ബേസിക് ഫണ്ടമെൻ്റൽ. അപ്പോൾ ഈ പേടി എന്ന കൺസെപ്റ്റ് മാറുമ്പോഴാണ് ബേസിക് ഫണ്ടമെൻ്റലിൽ കടന്നു വരുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് 2 കൂടി കമ്പൈൻഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതേ സൈക്കോളജി തന്നെ റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരു ടീച്ചർക്ക്, ഒരു ഓൺലൈൻ ടീച്ചർക്ക്, മാത്സ് ടീച്ചർക്ക് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ എവിഡൻസാണ് ചാപ്റ്ററുകൾ കൂടുതലും ആ ടീച്ചറെ കൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. പക്ഷേ എങ്കിലും ഞാൻ ചാപ്റ്ററുകളുടെ കുറച്ച് ബേസിക് ഫണ്ടമെൻ്റൽ ഞാൻ അവിടെ തന്നെ കൊടുത്തു. എന്തായാലും ഈ ഫൈനൽ എക്സാം കഴിഞ്ഞപ്പം ഈ കുട്ടി 13% മാർക്കിൽ നിന്നും 56% മാർക്കിലേക്ക് വന്നു. അപ്പോൾ അതൊരു വലിയൊരു അവിടുത്തെ പ്രിൻസിപ്പളിനെ സംബന്ധിച്ചും ആ സ്കൂളിനെ സംബന്ധിച്ചും ഒരു വലിയ അപ്രീസിയേഷനായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് വെറുതെ കേട്ടുകൊണ്ടിരുന്ന 2 കുട്ടികൾ 47% മാർക്കുള്ളവൻ 72%, 48 ഉള്ളവൻ 76% വാങ്ങിച്ചു. പക്ഷേ അതിനേക്കാൾ കൂടുതലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായത് ഈ 13-ൽ നിന്നും 56-ലേക്ക് എത്തിയതുമാണ്. സാധാരണ ഒരു രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലെ പ്രിൻസിപ്പൾ ഒരു ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു സിഗ്നേച്ചർ തരില്ല. പക്ഷേ ഈ ഒരു അംഗീകാരം എനിക്ക് അല്ലെങ്കിൽ എന്നോട് തോന്നിയ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു സന്തോഷം, അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ആ ടീച്ചറുടെ പേരും സൈനും ചെയ്ത് എനിക്ക് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ 3 കുട്ടികളുടെ ആദ്യത്തെ മാർക്കും അതിനുശേഷം ക്രിസ്മസ് എക്സാമിനുള്ള മോഡൽ എക്സാമിനുള്ള മാർക്ക്, ആദ്യം ഈ 13% ആ ലെവലിലുള്ള മാർക്ക്, പിന്നീട് മോഡൽ എക്സാമിൻ്റെ മാർക്കും ഫൈനൽ എക്സാമിൻ്റെ മാർക്കും, ഈ 3 കുട്ടികളുടെയും അഡ്രസ്സും പേരൻസിൻ്റെ ഫോൺ നമ്പരും വെച്ച് എനിക്കത് ഒരു സർട്ടിഫിക്കറ്റ് പോലെ തന്നു. അതായത് എനിക്ക് കൂടുതൽ കുട്ടികളിലേക്ക് ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ആ ഒരു പ്രിൻസിപ്പൾ, ഇൻ്റർനാഷണൽ സ്കൂളിലെ ഒരു പ്രിൻസിപ്പൾ ഒരു കാരണവശാലും ചെയ്യലാത്തൊരു കാര്യമാണ്. പക്ഷേ ആ പ്രിൻസിപ്പൾ ഇത് ചെയ്തത് അവരുടെ ആ സന്തോഷം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും, കാരണം ഇവിടെ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഞാൻ അവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് അത്രയും ടോപ്പിലേക്ക് വന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടികളും ആ രീതിയിലേക്ക് വന്നു. അതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസാണ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം.